ശ്രീ റെജി, നേരത്തെ ഡോക്ടർ എസ് ലാൽ ഒരു ചോദ്യം ഉന്നയിച്ചു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എവിടെയാണ് എന്ന്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ്. മാത്രമല്ല നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി, മന്ത്രിമാർ എല്ലാവരും ചികിത്സയ്ക്ക് പോകുന്നത് വിദേശത്താണ്, അമേരിക്കയിലാണ് അല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അപ്പോൾ അവരാണ് മാതൃക കാണിക്കേണ്ടത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അതുപോലെ സർക്കാർ ആശുപത്രികൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ചികിത്സിച്ച് കൂടുതൽ പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കും സർക്കാർ ആശുപത്രിയിലേക്കും കൊണ്ടുവരേണ്ടവരാണ് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ നേരെ വിദേശത്തേക്ക് വെച്ച് പിടിക്കുന്നത്. അതിനോട് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനോട് പത്മനാഭ വക്കീൽ പറഞ്ഞൊരു കാര്യത്തിന് ഒരു വളരെ മറുപടി. അദ്ദേഹം നമുക്കൊരു എയിംസ് ആവശ്യമാണ്, സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്താത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതാണ് ഈ BJP-ക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. കോഴിക്കോട് കിൻഫ്രയുടെ 1000-ലേറെ വരുന്ന സർക്കാർ ഭൂമി അത് കൃത്യമായ രീതിയിൽ അതിന്റെ രേഖകൾ സഹിതം കേന്ദ്ര സർക്കാരിന് കൂടെ കൊടുത്തിട്ട് വർഷം 6 ആയി. കഴിഞ്ഞ 3 തവണയും പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ കേരളം ആവശ്യപ്പെട്ടു. അപ്പോഴും പറഞ്ഞു, നിർമ്മലാ സീതാരാമൻ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഇത്തവണ അനുവദിക്കുമെന്ന് പറഞ്ഞു. 3 തവണ അവരുടെ സംഘം വന്ന് കണ്ടിട്ട് പറഞ്ഞു അത് ആപ്റ്റ് പ്ലേസ് ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അനുവദിക്കാത്ത? അപ്പൊ ഇങ്ങനെയല്ല ആണല്ലേ നിങ്ങൾ കേരളത്തിന് ഉപദ്രവിക്കുന്നത്? ഇത് വളരെ വിസിബിൾ ആയിട്ടുള്ള നിലവിലുള്ള ആശുപത്രികളുടെ പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ നോക്ക്. അല്ലത് കേൾക്കൂ, അദ്ദേഹം അറിയാതെ പറഞ്ഞു കേരളത്തിന് എയിംസ് ആവശ്യമാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എയിംസ് ആവശ്യം പിന്നെ ഇല്ലാത്ത ഒറ്റ സംസ്ഥാനം കേരളം മാത്രമേ. എന്തുകൊണ്ടാണ് കേരളത്തിന് അനുവദിക്കാത്തത്? നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങളോടുള്ള നിങ്ങളുടെ നിഷേധാത്മകമായിട്ടുള്ള ക്രൂരമായ സമീപനം. ഇനി ഡോക്ടർ ലാലി പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ അങ്ങോട്ട് പറയാം. ഇവിടെ ആരെങ്കിലും കേരളത്തിലെ സ്വകാര്യ ആശുപത്രി മുഴുവൻ കൊള്ളിയെന്ന് പറഞ്ഞു? അങ്ങനെ ഒരു വാക്ക് ആരും പറയത്തില്ല. നല്ല ഹോസ്പിറ്റലുണ്ട്. ഞാൻ തന്നെ ചർച്ചയിൽ പറഞ്ഞു, ഒരുപക്ഷെ അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് അവർ കൊണ്ടാക്കിയായിരിക്കാം. അത് വേണ്ട, അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യൂ, മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറയണതാണോ നിങ്ങൾ പറയുന്നത്? അതായത് ഏത് സംഭവത്തിന് ഈ രീതിയിൽ വക്രീകരിച്ച് പറയാത്തുള്ളൂ. ഞാൻ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഹൈജീനിക് അല്ല എന്നുള്ളത്. ഞാൻ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടുത്ത കാലത്തൊന്നും പോയിട്ടില്ല. അത് അടിയന്തരമായിട്ട് സർക്കാർ പരിഹരിക്കണം. മനുഷ്യൻ ആദ്യം ചെയ്യേണ്ടത് ഹൈജീനിക് ആയിട്ട്, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളുടെ സ്ഥലത്ത് അത് അടിയന്തരമായിട്ട് ഈ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയിരിക്കണം. ഒരു തർക്കമില്ല ആ കാര്യത്തിൽ രാഷ്ട്രീയമൊന്നുമില്ല. പിന്നെ കേരളത്തിനെ സംബന്ധിച്ചോളം ബഹുമാനപ്പെട്ട ഡോക്ടർ SS ലാൽ പറഞ്ഞ രീതിയിലൊന്നും കാര്യങ്ങള്, ഞാനൊരു വൈദ്യശാസ്ത്ര വിദഗ്ധനൊന്നുമില്ല, കോമൺ സെൻസിലെ പറയാൻ പറ്റുള്ളൂ. ഞാൻ പറയട്ടെ, കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനെ ഈ മെഡിക്കൽ സിസ്റ്റത്തിലും ട്രീറ്റ്മെന്റിലും നമ്പർ ഉണ്ടാക്കിയത് ഞങ്ങളല്ല, അത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞ 8 വർഷത്തെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് വെളിപ്പെടുത്തലിൽ ഇത് ഇത്തവണയും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നേരത്തെ പറഞ്ഞു ചില സൂചികകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ പറഞ്ഞത്, സൂചിയല്ലേ ഒരു കേന്ദ്ര ഗവൺമെന്റ് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാം തികഞ്ഞുകൊണ്ടല്ല. എല്ലാം തികഞ്ഞൊരു മെഡിക്കൽ സിസ്റ്റം ഭൂമിയിലില്ല. മെഡിക്കൽ സിസ്റ്റം ഭൂമിയിലില്ല. ഡയാന രാജകുമാരി ഇറ്റലിയിൽ വെച്ച് ആക്സിഡന്റ് മരിച്ചപ്പോൾ അടിയന്തരമായിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തപ്പോൾ ആ ഡോക്ടർ എന്താ പറഞ്ഞേ? 2 മിനിറ്റ് മുമ്പായിരുന്നു രക്ഷപ്പെടുത്തായിരുന്നു പറഞ്ഞു. പിന്നെ പറഞ്ഞു അവരെ രക്ഷപ്പെടുത്തുന്ന ഒരു അനുഭവം കാണിച്ചെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ലോകത്തിലുണ്ട്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെയാണ് അതുകൊണ്ട് ഒരു സർക്കാർ സംവിധാനത്തെ ഇതുപോലെ ആക്ഷേപിച്ച് ഇത് അവിടെ രോഗികൾക്ക്, ഇപ്പൊ ഞാൻ തൊടുപുഴ താലൂക്ക് ആശുപത്രി ഉദാഹരണം പറഞ്ഞില്ലേ, അതിനിടവരുത്തരുത്. ഇങ്ങനെ ആക്ഷേപിക്കാൻ, അധിക്ഷേപിക്കാൻ ഇടവരുത്തരുത്. ഒരവസരം ഉണ്ടാക്കരുത്. അവസരം ഉണ്ടാക്കുന്നത് ആരാണ്? റെജി ലൂക്കോസ്. അതല്ലേ ഞാൻ നമ്മളല്ലല്ലോ. ഏറെന്റെ താഴെ വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുവാണ് 242 വിമാനത്തിൽ യാത്ര ചെയ്ത് പ്ലസ് അവിടുത്തെ ക്രൂഡ് കൂടിയുള്ളവരെ അത് ഉണ്ടാക്കരുതായിരുന്നു എന്ന് പറഞ്ഞാലോ? അല്ല, അത് അങ്ങനെ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയല്ല അതിനെ താരതമ്യം ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ് മറുപടി. ഏത് സിസ്റ്റത്തിനും പരാതികൾ വരാം. ഡോക്ടർ അല്ല, ഏത് സിസ്റ്റത്തിന് കംപ്ലൈന്റ് വരാം. അത് എങ്ങനെ റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് ഒരു അഡ്മിനിസ്ട്രേഷന്റെ കപ്പാസിറ്റി. ഇപ്പൊ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ കഴിവുള്ളതാണെന്ന് ഡോക്ടർ ലാലു പറഞ്ഞു, ഡോക്ടർ SS ലാലൂടെ പറഞ്ഞു. വളരെ കറക്റ്റാ. അവർ നല്ല മിടുമിടിക്കാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് കേരളത്തിലെ മാധ്യമങ്ങൾ അവരെ വ്യക്തിത്വം നടത്തുന്നതിൽ വിനോദം കണ്ടെത്തുക. കാരണം എന്താ? അവരെ ശൈലജ ടീച്ചറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്, ശൈലജ ടീച്ചറിന്റെ കാലത്ത് പാൻഡമിക് ഉണ്ടായി, പ്രളയമുണ്ടായി, അങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് ആക്റ്റീവ് ആകാൻ പറ്റി. വീണ ജോർജ് ഏതെങ്കിലും ചാനലിലേക്ക് തിരിച്ചു വന്ന് അവർ ഡിബേറ്റ് നടത്താൻ മിടിക്കുകയാണ്. അല്ലാതെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായി ഇരിക്കാൻ അവർ കൊള്ളില്ല എന്ന് അവരവരുടെ പ്രവൃത്തി കൊണ്ട് തന്നെ തെളിയിച്ചതാണ് റെജി ലൂക്കോസ്.